എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റിൽ ഷാഹി ചിക്കൻ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അധികം മസാലകളൊന്നും ഇല്ലാതെ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുകയും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുകയും ചെയ്യുന്ന ഒരു സൂപ്പർ ടേസ്റ്റിലൊരു ചിക്കൻ കറിയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു ചിക്കൻ കറി തയ്യാറാക്കുന്നതിനായിട്ട് കുറച്ച് മസാലകൾ തയ്യാറാക്കാം. അതിനായിട്ട് ആദ്യം എടുത്തിരിക്കുന്നത് പച്ചമുളകും പിന്നെ വെളുത്തുള്ളി തൊലിയോട് കൂടിയാണ് കുറച്ച് വെളുത്തുള്ളി എടുത്തിരിക്കുന്നത്. മല്ലിയിലയും ഇഞ്ചിയും കുരുമുളകും ജീരകവും ഉപ്പും കൂടെ ചേർത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ വെള്ളം ഒഴിക്കാതെ നമുക്ക് ആദ്യം ഒന്ന് അരച്ചിട്ട് പിന്നെ അല്പം വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇതൊന്ന് പേസ്റ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഈ ഒരു ചിക്കൻ കറി തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ 750 ഗ്രാം ചിക്കൻ ഇതേപോലെ നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുത്തിരിക്കുന്ന ഈ ചിക്കനിലേക്ക് ഈ മസാലകൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം തൈര് ചേർത്ത് കൊടുക്കാം. പുളിയില്ലാത്ത തൈര് നോക്കി എടുക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിരിക്കാം. ഇനി അടുത്ത മസാലക്കൂട്ട് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് 3 സവാള ഇതേപോലെ അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് വഴറ്റി ഈ ഒരു രീതി ആകുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 8-10 അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് നമുക്കിതൊന്ന് അരച്ച് മാറ്റി വയ്ക്കാവുന്നതാണ്. ഇനി ചിക്കൻ കുക്ക് ചെയ്യുന്നതിനായിട്ട് ഒരു പാനിലേക്ക് അല്പം വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ നന്നായി ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതായ ഈ മസാലക്കൂട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. 1 മിനിറ്റോളം സമയം നന്നായിട്ട് ഇത് ഇളക്കി യോജിപ്പിക്കുമ്പം നമ്മുടെ ഈ മസാലയുടെ മുകളിലായിട്ട് എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരുന്ന ആ സമയമാകുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതായ ചിക്കൻ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. തീ കൂട്ടി വെച്ച് 2 മിനിറ്റോളം സമയം ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അതിനുശേഷം മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളവും അല്പം വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും നമുക്ക് ഇളക്കി യോജിപ്പിക്കാവുന്നതാണ്. വെള്ളം നിങ്ങളുടെ ആവശ്യാനുസരണം ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പം ഞാനിവിടെ കുറച്ച് കുറുകിയ രീതിയിൽ വരാൻ വേണ്ടി കുറച്ച് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും അടച്ചു വെച്ചൊന്ന് വേവിക്കാവുന്നതാണ്. ഇനി ഈ ചിക്കൻ വേവുന്നതിനായിട്ട് നമുക്കൊരു 10 മിനിറ്റോളം സമയം ഒന്ന് ചെറു തീയിലിട്ടൊന്ന് വേവിക്കാവുന്നതാണ്. ഈ വേവിക്കാൻ വെക്കുന്ന സമയത്ത് നമുക്ക് ഇടയ്ക്ക് ഇതുപോലെയൊക്കെ തുറന്നു കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. കാരണം അടി പിടിച്ച് പോകാതിരിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയൊക്കെ ഒന്ന് തുറന്നു കൊടുത്ത് വീണ്ടും അടച്ചു വെച്ച് വേവിക്കാവുന്നതാണ്. ചിക്കനിൽ അല്പം ഉപ്പ് കുറവുള്ള പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വീണ്ടും ഇളക്കി യോജിപ്പിച്ചിട്ട് അടച്ചു വെച്ച് വേവിക്കാവുന്നതാണ്. ഇതുപോലെ നമ്മൾ ഒരു 10-15 മിനിറ്റോളം സമയം ചെറു തീയിലിട്ടൊന്ന് വേവിക്കാവുന്നതാണ്. ഇപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മസാലയെല്ലാം നല്ലതുപോലെ തെളിഞ്ഞ് എണ്ണയൊക്കെ മുകളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ചോറിനും ചപ്പാത്തിക്കൊപ്പം കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിലാണ്. കൂടുതൽ മസാലയോ അങ്ങനെ ഒന്നുമില്ല. ഉള്ളി വഴറ്റുന്ന ഒരു ചെറിയൊരു സമയം പോയി, അത്ര തന്നെയാണ്. പിന്നെ ഈ ചിക്കൻ വേവുന്ന സമയം. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു റെസിപ്പിയിൽ കാണുന്നവരെയും ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.